എല്ലാവർക്കും നമസ്കാരം. ഒരു ഇന്ത്യക്കാരെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണിത്. പാകിസ്ഥാനെ ഉപേക്ഷിച്ച് വൻകിട ബ്രാൻഡുകൾ അല്ലെങ്കിൽ വമ്പൻ ബിസിനസ് കോർപ്പറേഷൻസ് എല്ലാം പാകിസ്ഥാൻ വിട്ടു പോകുന്നു എന്നുള്ളൊരു വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏറ്റവും ലോകത്തിലെ മുൻനിരയിൽ നിൽക്കുന്ന കമ്പനികളായിട്ടുള്ള ഷെൽ പെട്രോളിയം, ടോട്ടൽ എനർജീസ്, ഫൈസർ ഫൈസർ എന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. ടെലനോർ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയാണ്. അപ്പം ഇങ്ങനെയുള്ള ഒട്ടനവധി മൈക്രോസോഫ്റ്റ് ഓൾറെഡി പാകിസ്ഥാൻ വിടുന്നതായിട്ട് നേരത്തെ തന്നെ അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള ബഹിരാഷ്ട്ര കമ്പനികളെല്ലാം തന്നെ ബഹിരാഷ്ട്ര കമ്പനികൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പൊതുവെ വൻകിട വ്യവസായ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ വലിയ ബിഗ് കോർപ്പറേഷൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വൻകിട ബിസിനസ്സുകാർക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള വലിയ കമ്പനിക്കാർക്ക് തീർച്ചയായിട്ടും കോർപ്പറേഷൻസിന് പാകിസ്ഥാനിൽ ബിസിനസ് ചെയ്യാൻ പല കാരണങ്ങൾ കൊണ്ടും കഴിയില്ലെങ്കിൽ അതിലും ചെറുതായിട്ടുള്ള ഒട്ടനവധി കമ്പനികളും ബിസിനസ്സുകളും ഒക്കെ പല രാജ്യങ്ങളിൽ നിന്നുള്ള അവിടെ ബിസിനസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അവരൊക്കെ തന്നെ ഒരുപക്ഷെ പാകിസ്ഥാൻ വിട്ടു പോകുവാനോ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഉപേക്ഷിക്കാനോ തയ്യാറാകുന്നുണ്ട്. അല്ലെങ്കിൽ പാകിസ്ഥാൻ അതിലെ അവരുടെ ബിസിനസ് ഓപ്പറേഷൻസ് നിർത്തുവാൻ ഉള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം നമുക്കറിയാം, ഒരു രാജ്യത്ത് സാമ്പത്തികമായിട്ടുള്ള വളർച്ചയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാമ്പത്തികമായിട്ടുള്ള വളർച്ച ഒരു രാജ്യത്തിന് ഉണ്ടാകണമെങ്കിൽ, സുസ്ഥിരമായിട്ടുള്ള സാമ്പത്തിക വളർച്ച ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും ആ രാജ്യത്ത് എന്താണ് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകണം, ഒരു സ്ഥിരത ഉണ്ടാകണം രാജ്യത്ത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥിരത നമുക്ക് പാകിസ്ഥാനിൽ ഒത്തിരി വർഷങ്ങളായിട്ട് കാണുവാൻ സാധിക്കത്തില്ല. അത് പ്രധാന കാരണം മറ്റു രാജ്യങ്ങളൊന്നും തന്നെയല്ല, പാകിസ്ഥാനിലെ ഭരണത്തിലിരിക്കുന്ന ആൾക്കാർ തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ ഭരണകൂടം തന്നെയാണ് തീർച്ചയായിട്ടും അതിനൊക്കെയുള്ള കാരണങ്ങൾ. കാരണം കാലാകാലങ്ങളായിട്ട് ഇന്ത്യയെ പോലുള്ള രാജ്യത്തിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പലതരത്തിലുള്ള തീവ്രവാദ സംഘടനകളെ ഉണ്ടാക്കുകയും അവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്യുകയും ഇപ്പോൾ അതെല്ലാം പാകിസ്ഥാനെതിരെ തിരിഞ്ഞടിക്കുന്ന അല്ലെങ്കിൽ പാകിസ്ഥാനെ തിരിഞ്ഞു കൊത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ആഭ്യന്തര സംഘർഷങ്ങൾ വളരെ രൂക്ഷമാണ്. അപ്പോൾ ആഭ്യന്തര സംഘർഷം നിലനിൽക്കുന്ന ഒരു രാജ്യത്തും, അതിപ്പോൾ ഇന്ത്യ ആയാലും ശരി, പാകിസ്ഥാൻ ആയാലും ബംഗ്ലാദേശ് ആയാലും അല്ലെങ്കിൽ ശ്രീലങ്ക ആയാലും ഏത് രാജ്യമായാലും ശരി, ഈവൻ അമേരിക്ക ആയാലും ശരി, ആഭ്യന്തര സംഘർഷം നിരന്തരമായിട്ട് രാജ്യവ്യാപകമായി നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ രാജ്യത്തിൽ സാമ്പത്തികമായിട്ടുള്ള വളർച്ചയുടെ ആ ഒരു വളർച്ചയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്ന ഘടകങ്ങളാണ്. പിന്നെ അയൽ രാജ്യങ്ങളുമായിട്ടുള്ള യുദ്ധങ്ങൾ അല്ലെങ്കിൽ യുദ്ധത്തിന് സമാനമായിട്ടുള്ള വെല്ലുവിളികൾ, ഇതൊക്കെ തന്നെ ഒരു രാജ്യത്തെ തീർച്ചയായിട്ടും ആ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്നതും അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ വളർച്ചയെ അല്ലെങ്കിൽ പുരോഗതിയൊക്കെ തടസ്സപ്പെടുത്തുന്നതുമാണ്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് നമുക്കറിയാം, 24 മണിക്കൂറും ഒന്നുകിൽ ഇന്ത്യ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഇതുപോലുള്ള രാജ്യങ്ങളെയൊക്കെ തന്നെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് പാകിസ്ഥാന്റെ ഒരു ഹോബിയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ തീർച്ചയായിട്ടും ദശാബ്ദങ്ങളായിട്ട് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം, 47 ശേഷം ഇന്ത്യയുമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ അതൊരു ഇന്ത്യയെക്കാളിലും ചെറിയ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനെ സംബന്ധിച്ച് വളരെ ദോഷം ചെയ്യുമെന്നുള്ള തിരിച്ചറിവ് അവരുടെ ഭരണത്തിലിരിക്കുന്ന ഭരണകൂടത്തിന്, മിലിറ്ററി ആയാലും ശരി സിവിൽ ഭരണകൂടത്തിനൊക്കെ തന്നെ അറിവുണ്ടായിട്ടും പക്ഷേ ഇന്ത്യയെ പോലൊരു വലിയ രാജ്യത്തെ നിരന്തരം ഇറിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊവോക്ക് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ അവരുടെ അവസ്ഥ വളരെ ദുരവസ്ഥയായി മാറി എന്നുള്ള. കാരണം പാകിസ്ഥാനെ ഇപ്പോൾ നമുക്കൊരു സ്റ്റേറ്റ് ആയിട്ട്, ഒരു രാജ്യമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാൻ സാധിക്കത്തില്ല. കാരണം സുസ്ഥിരമായിട്ടുള്ള ഭരണമില്ല, ഇല്ലേ? ആഭ്യന്തരമായിട്ട് എന്താ പറയുന്നത്, ഒരു സ്റ്റെബിലിറ്റി ഇല്ല, പീസ്ഫുൾ അല്ല. കാരണം അതിനകത്തിലെ വ്യത്യസ്തമായിട്ടുള്ള ജനവിഭാഗങ്ങൾ തമ്മിൽ തല്ലുകയും അങ്ങോട്ടും ഇങ്ങോട്ടും രൂക്ഷമായിട്ടുള്ള പോരാട്ടം നടത്തുകയും ഭരണകൂടത്തിനെതിരെ ശക്തമായിട്ടുള്ള വെല്ലുവിളികൾ ഒക്കെ തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയിൽ ഒരു രാജ്യം ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആ രാജ്യത്തെ സംബന്ധിച്ച് അവിടെ നിലനിൽക്കുന്ന ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിൻ്റെ പിടിപ്പുകേടാണ്, അല്ലെങ്കിൽ അവരുടെ കഴിവില്ലായ്മയാണ് എന്നുള്ളതാണ് തെളിയിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ അത്തരത്തിലൊരു അവസ്ഥയിൽ ആയി തീർന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ചൈന പോലും അവരുടെ സിപെക്, ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ, അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ടുള്ള സിപെക് ഒക്കെ തന്നെ വളരെ ബുദ്ധിമുട്ടിലാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ സമീപ ഭാവിയിൽ പാകിസ്ഥാനിലെ ഈ പ്രശ്നങ്ങൾ രൂക്ഷമാകുകയാണെങ്കിൽ ചൈന പോലും ഒരുപക്ഷെ സിപെക് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച്
അവർ പിന്മാറാനുള്ള സാധ്യത. കാരണം ചൈനയ്ക്ക് പോലും ഇത് മാനേജ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. പാകിസ്ഥാനിലെ ആഭ്യന്തര വിഷയങ്ങൾ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഇന്ത്യയോട് കളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ലോങ് ടൈമിൽ. അപ്പോൾ ചൈനയ്ക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പാഠമാണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഇന്ത്യക്ക് ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളുണ്ട്. കാരണം അത് ലോകരാജ്യങ്ങൾക്ക് അറിയാൻ വയ്യായിട്ടാണ്. കാരണം ഇന്ത്യ ഒരിക്കലും നമുക്കറിയാം വളരെ ശക്തമായിട്ടുള്ള ഒരു രാജ്യമാണ്. ഇപ്പം നമ്മൾ ഈ അമേരിക്കയെ പോലെ അല്ലെങ്കിൽ ചൈനയെ പോലെ ഒക്കെ നോക്കുമ്പോൾ GDP അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സാമ്പത്തിക വളർച്ചയോ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ നമുക്ക് പ്രദർശിപ്പിക്കാൻ ഇല്ലെങ്കിൽ തന്നെയും ഇന്ത്യ അന്നായാലും ഇന്നായാലും ശരി വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കൺട്രി തന്നെയാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് നമ്മൾ. സുസ്ഥിരമായിട്ടുള്ള ഭരണവും ഭരണ സംവിധാനങ്ങളും ഒക്കെയുള്ള, അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള ഒരു സൈനികമായിട്ടുള്ള ശേഷി നമുക്കുള്ള രാജ്യമാണ്. അപ്പം പിന്നെ ചില പോരായ്മകളൊക്കെ നമുക്കുണ്ട് നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലും അല്ലെങ്കിൽ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിലൊക്കെയുള്ള ചില പോരായ്മകളുണ്ട്. എന്നിരുന്നാൽ തന്നെയും നമ്മൾ ഒരു രാജ്യം എന്ന രീതിയിൽ വളരെ സുസംഘടിതമാണ്, വളരെ സുശക്തമാണ്, സ്റ്റേബിളാണ്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് അവർ നമുക്കെതിരെ ഇതുപോലുള്ള പ്രൊവോക്കേഷൻ പണ്ട് മുതലേ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ലോങ് ടൈമിൽ എന്ന് വെച്ചാൽ ദീർഘകാലത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ കാശ്മീരിലെ പ്രോക്സി വാറൊക്കെ ഏകദേശം 80കളുടെ അവസാനത്തിലൊക്കെയാണ് തുടങ്ങിയിട്ടുള്ളത്. എന്നുവെച്ചാൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നും സോവിയറ്റ് യൂണിയൻ പിന്മാറിയതിനു ശേഷം അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ ആ ഒരു കൊളാപ്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന കാലഘട്ടം 80 എൺപത്തി 80കളുടെ അവസാന കാലഘട്ടത്തിൽ. അതിനുശേഷം ആണ് പാകിസ്ഥാൻ കാശ്മീരിലെ ഈ പറഞ്ഞ തീവ്രവാദ പ്രവർത്തനങ്ങൾ പ്രോക്സി വാർ ആരംഭിക്കുകയും ഇന്ത്യയിൽ കാശ്മീരിൽ മാത്രമല്ല ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇതുപോലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ അവർ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുകയും. അപ്പോൾ ഇപ്പോൾ ഏകദേശം നമുക്കറിയാം ഒരു 3 ദശാബ്ദത്തിന് മേളിലായിട്ട് പാകിസ്ഥാൻ ഇന്ത്യയെ ഇങ്ങനെ എന്താ നമ്മൾ മുന്നിൽ നിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് തീർച്ചയായിട്ടും അവരുടെ കർമ്മ അവരെ തന്നെ പിടികൂടി എന്നുള്ളൊരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമുക്കിപ്പോൾ ഈ കമ്പനികളൊക്കെ തന്നെ, അതായത് വൻകിട കോർപ്പറേറ്റ് കമ്പനികളൊക്കെ തന്നെ പാകിസ്ഥാനിൽ നിന്ന് പിന്മാറണം. കാരണം അവർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റിയൊരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നില്ല എന്നുകൊണ്ട് മാത്രമാണ്. മൈക്രോസോഫ്റ്റ് ആണ് നമുക്ക് അറിയാൻ പറ്റുന്ന ഏറ്റവും ഇതിനെ ലേറ്റസ്റ്റ് ആയിട്ട് 10-25 വർഷത്തിലേറെയായിട്ട് മൈക്രോസോഫ്റ്റ് പാകിസ്ഥാനിലുള്ള ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം അവർ നിർത്തിയിട്ട് മൈക്രോസോഫ്റ്റ് പിൻവാങ്ങി. മൈക്രോസോഫ്റ്റ് മാത്രമല്ല മറ്റ് പല പ്രധാനപ്പെട്ട അമേരിക്ക, ഫ്രാൻസ് അല്ലെങ്കിൽ ഈവൻ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ബിഗ് കോർപ്പറേഷൻസ് അല്ലെങ്കിൽ MNCs മൾട്ടിനാഷണൽ കമ്പനീസ് എല്ലാം തന്നെ, അതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഷെൽ പെട്രോളിയം, ടോട്ടൽ എനർജീസ്, ഫൈസർ, ടെലനോർ തുടങ്ങിയ കമ്പനികളൊക്കെ തന്നെ പാകിസ്ഥാൻ എന്നിൽ നിന്ന് അവരുടെ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നിർത്തിയിട്ട് അവിടെ നിന്ന് പിന്മാറുകയാണ് എന്ന് അറിയിക്കുകയും അത് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റു പല കമ്പനികളും നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പ്രധാനപ്പെട്ട കമ്പനികളൊക്കെ തന്നെ പാകിസ്ഥാനിലും ഈ കോർപ്പറേഷൻ വലിയ വൻകിട ബിസിനസ്സുകളൊക്കെ തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് നമുക്ക് പറയാൻ സ്ട്രാറ്റജിക് ആയിട്ടുള്ള മേഖലകളുണ്ടല്ലോ, ഈ എനർജി, ഈ ഒരു രാജ്യത്തിൻ്റെ സ്ട്രാറ്റജിക് മേഖലകൾ. അപ്പോൾ ആ മേഖലകളിലൊക്കെ തന്നെ തീർച്ചയായിട്ടും ഈ ബഹുരാഷ്ട്ര കമ്പനികൾ, മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ബിഗ് കോർപ്പറേഷൻസ് ഒക്കെ തന്നെ എല്ലാ രാജ്യങ്ങളിലും അവരുടെ ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എനർജി സെക്ടറിലും അല്ലെങ്കിൽ മറ്റ് സ്ട്രാറ്റജിക് ആയിട്ടുള്ള മേഖലകളിലൊക്കെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇതുപോലുള്ള ബിഗ് കോർപ്പറേഷൻസ് ആണ് ഇപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ ഒന്നുകിൽ കുറയ്ക്കുകയോ അല്ലെങ്കിൽ നിർത്തിവെക്കുകയോ, പൂർണ്ണമായിട്ട് അവർ നിർത്തിയിട്ട് പിന്മാറാനൊക്കെയുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. അപ്പോൾ സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ആഭ്യന്തരമായിട്ടുള്ള സംഘർഷം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കാരണം ബിസിനസ്സുകാർ നോക്കുന്നത് എന്താണ്, അവർക്ക് സുസ്ഥിരമായിട്ടുള്ള അല്ലെങ്കിൽ പീസ്ഫുൾ ആയിട്ടുള്ള സ്റ്റെബിലിറ്റിയാണ് അവർ നോക്കുന്നത് എപ്പോഴും. കാരണം അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് റിട്ടേൺ കിട്ടണമെങ്കിൽ സ്റ്റെബിലിറ്റി ഉണ്ടാകണം. സംഘർഷമുള്ള ഒരു സ്ഥലത്ത് അവർക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ആഭ്യന്തര സംഘർഷം രൂക്ഷമായിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലും അതുപോലെ തന്നെ ഇന്ത്യയായിട്ടും അതുപോലെ തന്നെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ താലിബാൻ വന്നതിന് ശേഷം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ അത്ര സുഖത്തിലല്ല. ഈ അടുത്ത സമയത്ത് അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായിട്ടുണ്ട്. പിന്നെ ഇറാനുമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ട് അവർക്ക് തീർച്ചയായിട്ടും. അപ്പോൾ ഒരു പ്രാവശ്യം ഇരു രാജ്യങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈലും ഒക്കെ തന്നെ ഏം, പരസ്പരം വിട്ട് കളിച്ചതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്ന പാകിസ്ഥാനിൽ ബിസിനസ് ചെയ്യുക എന്നുള്ളത് അവർക്ക് ഒരു ആത്മവിശ്വാസം നൽകുന്ന കാര്യമല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാരണങ്ങൾ മാത്രമല്ല പാകിസ്ഥാനെ വിടുന്നതിനുള്ള കാരണങ്ങൾ എന്നല്ല.
ഇപ്പോൾ പാകിസ്ഥാനിൽ ദീർഘകാലമായി തുടരുന്നത് കമ്പനിയെ സംബന്ധിച്ച് വലിയ റിട്ടേൺ നൽകുന്നില്ല എന്നുള്ളതാണ് ഈ കമ്പനികളൊക്കെ തന്നെ പറയുന്നത്. പാകിസ്ഥാന്റെ കറൻസിയുടെ മൂല്യം ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്കറിയാം, സാമ്പത്തികമായി പിന്നെ അടിപറ്റിയൊരു സമ്പദ് വ്യവസ്ഥയുടെ കറൻസിക്കും തീർച്ചയായിട്ടും മൂല്യശോഷണം ഉണ്ടാകും. ആഭ്യന്തര സംഘർഷങ്ങൾ ദിവസമുണ്ട്. കാരണം ദിവസവും ബോംബ് സ്ഫോടനവും അതുപോലുള്ള മറ്റ് ഈ സിവിൽ വാറും ഒക്കെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ ബിസിനസ് ചെയ്യുന്ന കമ്പനികളെ നിരുത്സാഹപ്പെടുത്തുകയും അവർക്ക് സുസ്ഥിരമായിട്ട് അവർക്ക് അവിടെ ബിസിനസ് ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരവരുടെ നയങ്ങൾ മാറ്റുകയും അവരുടെ ഇൻവെസ്റ്റ്മെന്റ് അവിടുന്ന് പിൻവലിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. അതിപ്പോൾ പാകിസ്ഥാനിലല്ല, ഏത് രാജ്യത്തായാലും അങ്ങനെ തന്നെ. ഇപ്പോൾ പണ്ട് ശ്രീലങ്കയിൽ LTT ആയിട്ടുള്ള പ്രശ്നം രൂക്ഷമായിരുന്ന സമയത്ത് ശ്രീലങ്ക നേരിട്ട പ്രശ്നം ഇത് തന്നെയാണ്. ഇപ്പം മിഡിൽ ഈസ്റ്റിൽ ഏതെങ്കിലും ഒരു രാജ്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, സിറിയ അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആഭ്യന്തര സംഘർഷം ഇതുപോലുള്ള പ്രശ്നങ്ങൾ നേരിടുമ്പോൾ തീർച്ചയായിട്ടും ബിസിനസ്സുകൾ അവിടെ ബിസിനസ് ചെയ്യുന്ന കമ്പനികൾ ഒരിക്കലും അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകത്തില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പം ഞാൻ പറയാം, ഈ ലോകത്ത് സാമ്പത്തികമായി വികസിച്ച് മുന്നിലെത്തിയിട്ടുള്ള ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് അവർക്ക് ഈ പറഞ്ഞ ഒരു നേട്ടം കൈവരിക്കാനായതെന്ന് പറഞ്ഞാൽ അവർക്ക് ആഭ്യന്തരമായിട്ടുള്ള ആ സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു, പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് സാധ്യമാകത്തില്ല. സാമ്പത്തിക വളർച്ച നേടാൻ അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുവാൻ ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടത്തിന് കഴിയില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ പറഞ്ഞ കമ്പനികളൊക്കെ തന്നെ അവരുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നിലവിലുള്ള അവരുടെ ഓഹരി വിഹിതങ്ങൾ വിറ്റഴിക്കുന്നത് വളരെ കിട്ടുന്ന വിലയ്ക്ക് ഏഹ്, വിറ്റിട്ട് പോവുക എന്നുള്ള മാത്രമേ ഉള്ളൂ ഇപ്പോൾ അവരുടെ മുമ്പിലുള്ള ഒരു വഴി നാളെ. അവരുടെ തന്നെ പാകിസ്ഥാൻ ജോയിന്റ് വെഞ്ചറിൽ ഏർപ്പെട്ടുള്ള പാകിസ്ഥാൻ കമ്പനികൾക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികൾക്ക് കുറഞ്ഞ തുകയ്ക്ക് അല്ലെങ്കിൽ കുറഞ്ഞ വിലയിൽ ഈ ഓഹരി വിറ്റഴിച്ചിട്ട് അവിടുന്ന് എത്രയും പെട്ടെന്ന് സ്ഥലം കാലിയാക്കുക എന്നുള്ളതാണ് ഈ കമ്പനികളിലൊക്കെ തന്നെ ലക്ഷ്യങ്ങൾ വന്നിട്ട്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും പല സെക്ടേഴ്സിലെ മുൻപന്തിയിൽ നിൽക്കുന്ന കോർപ്പറേഷൻസ് ഒക്കെയാണ് ഇപ്പം ഷെല്ല്, ടോട്ടൽ എനർജി, പിന്നെ ഫൈസർ, അതായത് പെട്രോളിയം, എനർജി സെക്ടറിലുള്ളത്, ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിലുള്ളത്, കമ്മ്യൂണിക്കേഷൻ സെക്ടറിലുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള പല മേഖലകളിലുള്ള കമ്പനികളൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് ഇതുപോലുള്ള കമ്പനികളൊക്കെ തന്നെ ആണ് അവിടുന്ന് പിൻവാങ്ങുന്നത് എന്നുള്ള വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവർ പിൻവാങ്ങുക എന്ന് പറയുമ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്ത തീർച്ചയായിട്ടും എമൗണ്ട് അവിടുന്ന് പിൻവലിച്ചുകൊണ്ട് പോവുക. അപ്പോൾ പിൻവലിച്ചുകൊണ്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു രാജ്യത്ത് ഇപ്പോൾ അമേരിക്കൻ കമ്പനി അവിടുന്ന് ഇൻവെസ്റ്റ്മെന്റ് അവർ പിൻവലിച്ചുകൊണ്ട് പോകുന്ന പറയുമ്പോൾ അവിടുന്ന് ഡോളർ പുറത്തേക്ക് ഒഴുകേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ കറൻസിയുടെ മൂല്യം ഇടിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാധ്യത വളരെ കൂടുതലാണെന്നല്ല, കറൻസിയുടെ വാല്യൂ കറൻസി ഡീവാല്യൂ ചെയ്യപ്പെടും തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള വളരെ രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധിയിൽ കൂടാണ് പാകിസ്ഥാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും പാകിസ്ഥാനെ നമ്മൾ അതിനിടയ്ക്ക് ഒരു ബൈ ദ ബൈ പാകിസ്ഥാനെ ഇങ്ങനൊരു സ്റ്റേറ്റായിട്ട് നിലനിർത്തുക എന്നുള്ളത് അമേരിക്ക, ഈ ചൈന, പിന്നെ മിഡിൽ ഈസ്റ്റിലുള്ള സൗദി അറേബ്യ, ടർക്കി ഇതുപോലുള്ള രാജ്യങ്ങളുടെ ആവശ്യമാണ്, ലക്ഷ്യമാണ്, താല്പര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർ സബ് കൊടുക്കുന്ന സബ്സിഡി ഫണ്ട് അല്ലെങ്കിൽ അവർ ഇപ്പം അമേരിക്കയുടെ സഹായത്തോടു കൂടി IMF-ൽ നിന്നൊക്കെ പാകിസ്ഥാന് ലഭിക്കുന്ന ഫണ്ടിങ്, അമേരിക്കയിൽ നിന്ന് ഡയറക്റ്റായിട്ട് കിട്ടുന്ന ഫണ്ടിങ്, ചൈനയിൽ നിന്ന് കിട്ടുന്ന ഫണ്ടിങ്, ടർക്കി, UAE, ഖത്തർ, സൗദി ഇതുപോലുള്ള രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ഇക്കണോമിക് അസിസ്റ്റൻസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന സ്റ്റേറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് അവരുടെ രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. കാരണം സ്റ്റേറ്റിനെ നിലനിർത്തുക, ഭരണകൂടത്തെ നിലനിർത്തുക, അവിടുത്തെ മിലിറ്ററി സ്റ്റേറ്റിനെ നിലനിർത്തുക എന്നുള്ളതാണ് ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്ക് താല്പര്യവും ലക്ഷ്യവും. കാരണം അത് അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന പ്രോക്സിയെ അവിടെ നിലനിർത്തുക എന്നുള്ളത്. പാകിസ്ഥാനെ പൂർണ്ണമായിട്ടും അവരുടെ സ്റ്റേറ്റ് നിലം പതിക്കുവാൻ ഈ പറഞ്ഞ രാജ്യങ്ങളൊന്നും തന്നെ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ നിലനിൽക്കുന്നത്. പാകിസ്ഥാൻ എന്ന രാജ്യമല്ല നിലനിൽക്കുന്നത്, പാകിസ്ഥാൻ എന്ന് പറയുന്ന സ്റ്റേറ്റാണ് അവിടെ നിലനിൽക്കുന്നത് ശരിക്കും പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വൻകിട മൊബൈൽ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനികളിലൊന്നായിട്ടുള്ള ടെലിനോർ ആണ് ഈ പറഞ്ഞ
പാകിസ്ഥാനിൽ നിന്ന് അവരുടെ ഓപ്പറേഷൻസ് നിർത്തിയിട്ട് പിൻവാങ്ങുന്നു എന്നുള്ളത്. ഇതൊരു നോർവീജിയൻ കമ്പനിയാണ്. 2005 അവർ പാകിസ്ഥാനിലെ പ്രവർത്തനം ആരംഭിക്കുന്നത്. 2017 ഏകദേശം $80 മില്യൺ മുടക്കിയിട്ട് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഒക്കെ പുതുക്കി പണിയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 2022 അവർ പാകിസ്ഥാനിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ള. ഇപ്പോൾ $80 മില്യൺ എന്ന് പറഞ്ഞാൽ നിസ്സാര സംഖ്യയൊന്നുമല്ല. അപ്പോൾ 2022 ആയപ്പോഴത്തേക്ക് അവരവരുടെ തീരുമാനം എടുത്തു. അപ്പോൾ പാകിസ്ഥാനിൽ അവർക്ക് മുന്നോട്ട് പോകുവാൻ, അവരുടെ ഓപ്പറേഷൻസ് മുന്നോട്ട് പോകുവാൻ സാധിക്കത്തില്ല. കാരണം തീർച്ചയായിട്ടും നഷ്ടമായിട്ടായിരിക്കുമല്ലോ. ബിസിനസ്സോ ഒരു രീതിയിൽ അവർക്ക് ചെയ്യാൻ സാധിക്കാതെ വന്നുകൊണ്ടായിരിക്കുമല്ലോ അവർ എന്തെങ്കിലും പിന്മാറുന്നു അങ്ങനെ. അപ്പം അങ്ങനെയുള്ള തീരുമാനങ്ങൾ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട കമ്പനികളെല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ ടെലികമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് എന്ന് വെച്ചാൽ പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ളതായിരിക്കാം പാകിസ്ഥാൻ ടെലികമ്മ്യൂണിക്കേഷൻ. നമ്മുടെ ഇവിടുത്തെ BSNL പോലുള്ളൊരു കമ്പനി ആയിരിക്കാം ചിലപ്പോൾ. പബ്ലിക് സെക്ടർ യൂണിറ്റ് ആയിരിക്കും പാകിസ്ഥാൻ ടെലികമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ്. അപ്പോൾ അതിനെ എല്ലാ ഓഹരികളെല്ലാം വിറ്റിട്ട് ഈ പറഞ്ഞ ടെലിനോർ എന്ന് പറയുന്ന കമ്പനി പാകിസ്ഥാൻ വിട്ടുപോവുകയാണ്. അപ്പോൾ അവിടുത്തെ പാകിസ്ഥാനിലെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് പാകിസ്ഥാൻ, ഇന്ത്യയിലൊക്കെയാണ് വരിക ഇതുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ. അപ്പോൾ അതിനുള്ള അനുമതി നൽകി എന്നൊക്കെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഫൈസർ എന്ന് പറയുന്ന കമ്പനി കോവിഡ് വാക്സിൻ ഒക്കെ നിർമ്മിച്ച കമ്പനികളാണ്. അപ്പോൾ അവർ ഈ പറഞ്ഞ ലോകത്തിലെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. അപ്പോൾ അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റും ലക്കി കോർ ഇൻഡസ്ട്രീസിന് വിറ്റ് പാകിസ്ഥാൻ വിടുകയാണെന്നുള്ള വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ മേജറായിട്ടുള്ള കോർപ്പറേഷൻസ് എല്ലാം തന്നെ പോകുമ്പോൾ തീർച്ചയായിട്ടും അതിന് താഴെയുള്ള ഈ മിഡിൽ ടു സ്മോൾ ടൈപ്പ് ഓഫ് ബിസിനസ്സിനും തീർച്ചയായിട്ടും അവിടെ അവർക്ക് അവരുടെ ഓപ്പറേഷൻസ്, കാരണം ചെറിയ വ്യാപാര വ്യവസായങ്ങളും ഫോറിനേഴ്സിൻ്റെ തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലോ. അപ്പം അത്തരക്കാർക്കും തീർച്ചയായിട്ടും വലിയ കമ്പനികൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഇതുപോലുള്ള ഏഹ്, അതിലും താഴെയുള്ള ബിസിനസ്സുകാരൊക്കെ എങ്ങനെ ബിസിനസ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു എന്താണ് ഒരു മാസ് എക്സോഡസ്, ഒരു കൂട്ടപലായനത്തിൻ്റെ ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ അതവിടെ നിലനിൽക്കുന്ന ആഭ്യന്തരമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധികളും സംഘർഷങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ്. കാരണം തകർന്നടിഞ്ഞ സമ്പദ് വ്യവസ്ഥയിൽ എങ്ങനെ ബിസിനസ് ചെയ്യാൻ സാധിക്കും? എവിടെ എപ്പോൾ ബോംബ് പൊട്ടുമെന്ന് അവർക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം അവരുടെ ജീവനും ഒരു പ്രധാന പ്രശ്നമാണല്ലോ. ഈ കമ്പനികളിലെയൊക്കെ തന്നെ എംപ്ലോയീസും അല്ലെങ്കിൽ അവരുടെ കമ്പനി ജീവനക്കാരുടെയൊക്കെ ജീവൻ ഏത് സമയത്ത് എപ്പോൾ ഏത് ബോംബ് സ്ഫോടനത്തിലാണ് നഷ്ടപ്പെടാൻ പോകുന്നത് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിലുള്ള റിട്ടേൺ ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ ആൾക്കാരുടെ ജീവൻ്റെ സുരക്ഷയും ഒരു വലിയ പ്രധാന പ്രശ്നമാണ്. അപ്പോൾ അഫ്ഗാനിസ്ഥാനോട്ടുള്ള തലവേദന പാകിസ്ഥാൻ ഇപ്പോൾ അടുത്തിടയ്ക്ക്, അത് പാകിസ്ഥാൻ്റെ കയ്യിലിരിപ്പോണ്ടതിനാണ്, അഫ്ഗാനിസ്ഥാനല്ല അതിന് കാരണം. കാരണം ഇന്ത്യയിലും ഈ പഹൽഗാം തീവ്രവാദ പ്രവർത്തനം പാകിസ്ഥാനാണ് നടത്തിയത്. അതിനുശേഷമാണ് ഇന്ത്യ അതിനെതിരെ പ്രതികരിക്കാൻ പോയത്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ താലിബാനിലുള്ള ഭരണകൂടം ഏകപക്ഷീയമായിട്ട് അവർ പാകിസ്ഥാനെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ അവർ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോയിട്ടില്ല. പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നാണ് അഫ്ഗാനിസ്ഥാനെതിരെ ഈ പറഞ്ഞ മിലിറ്ററി സൈനികമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയുള്ള ബന്ധം വളരെ മോശമായിരിക്കുന്ന ഈ അവസ്ഥയിൽ അഫ്ഗാനിസ്ഥാനുമായിട്ട് അവർക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്കില്ല കൂനിന്മേൽ കുരു വരുന്നതിന് തുല്യമായിട്ടാണ്. കാരണം അത്രയ്ക്ക് ബുദ്ധിപരമല്ലാത്ത രീതിയിലാണ് പാകിസ്ഥാൻ്റെ ഭരണകൂടം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. അവരുടെ ഫോറിൻ റിലേഷൻസും അല്ലെങ്കിൽ അവരുടെ എന്താണ് പറയുന്നത് എക്സ്റ്റേണൽ അഫയേഴ്സും ഒക്കെ അവർ ഹാൻഡിൽ ചെയ്യുന്ന എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താണ് പറയുന്നത് ഒരു എവിഡൻസ് ആണ് എന്ന് പറഞ്ഞത്. അപ്പോൾ അവർ ഇന്ത്യയെ ഇന്ത്യയായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം ദശാബ്ദങ്ങളായിട്ട് നിലനിൽക്കുന്നത്. പക്ഷേ അഫ്ഗാനിസ്ഥാനായിട്ട് അവർക്ക് ഈ പല അവശ്യ വസ്തുക്കൾക്ക് അതായത് എസെൻഷ്യൽ കമ്മോഡിറ്റീസിന് അഫ്ഗാനിസ്ഥാനെ ആശ്രയിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലുള്ള ഈ വിഷയം വളരെ മോശമായതുകൊണ്ടും രൂക്ഷമായതുകൊണ്ടും ഈ പറഞ്ഞ ചരക്ക് ഗതാഗതങ്ങൾ, അതായത് ഈ ക്രോസ് ബോർഡർ ട്രേഡൊക്കെ തന്നെ വളരെ അത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ എന്താണ് പറയുന്നത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാനെ സംബന്ധിച്ചും അത് വലിയൊരു തിരിച്ചടിയാണ്. അപ്പോൾ ചരക്ക് ഗതാഗതം, അതിർത്തി കടന്നുള്ള ചരക്ക് ഗതാഗതം താറുമാറായതോടുകൂടി പാകിസ്ഥാനിലും അവശ്യ വസ്തുക്കൾ ലഭിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളായിട്ടുണ്ട്. അല്ലെങ്കിൽ കിട്ടിയാൽ തന്നെ ഉയർന്ന വിലയിൽ മാത്രമേ അവിടുത്തെ ആൾക്കാർക്ക് അത് മേടിച്ച് ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മളെ പറയുന്ന ഈ പച്ചക്കറി സാധനങ്ങളൊക്കെ തന്നെ, തക്കാളി അതുപോലെ തന്നെ ഇഞ്ചി ഇതുപോലുള്ള സാധനങ്ങളിലൊക്കെ തന്നെ, കാരണം ഇതൊക്കെ ജനങ്ങളുടെ നിത്യോപയോഗ സാധനങ്ങളാണ്.
എന്നുവെച്ചാൽ പാകിസ്ഥാനിൽ വ്യാപകമായിട്ട് കൃഷിയില്ലാത്ത ഇതുപോലുള്ള സാധനങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ, കാരണം അഫ്ഗാനിസ്ഥാനൊക്കെ നമുക്കറിയാം ഇതുപോലുള്ള ട്രേഡിൻ്റെയൊക്കെ ഒരു ഹബ്ബാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഹിസ്റ്റോറിക്കലായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള അവശ്യ വസ്തുക്കൾ പാകിസ്ഥാനിലേക്ക് വരുന്നതിനുള്ള തടസ്സം ഉണ്ടാകുകയും അതുപോലെ തന്നെ കിട്ടിയാൽ തന്നെ ഉയർന്ന വില കൊടുത്ത് ജനങ്ങൾക്ക് വാങ്ങിക്കേണ്ട അവസ്ഥയൊക്കെ തന്നെയാണ്. അപ്പോൾ ഓൾറെഡി പാകിസ്ഥാനിൽ വിലക്കയറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൈ റോക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സ്കൈ റോക്കറ്റ് ചെയ്ത് കഴിഞ്ഞ ഒരവസ്ഥയാണ്. അവിടുത്തെ ജനങ്ങൾ, സാധാരണ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വില കയറ്റം വളരെ രൂക്ഷമായതുകൊണ്ട് അവരുടെ ജനജീവിതമൊക്കെ വളരെ നട്ടം എന്നതാണ്, വളരെ ബുദ്ധിമുട്ടിൽ ആയി കഴിഞ്ഞു ഓൾറെഡി എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് തന്നെ. അപ്പം അതിൻ്റെ കൂടാണ് ഇപ്പോൾ ഈ അഫ്ഗാനിസ്ഥാനിലുള്ള വിഷയം ഉണ്ടാകുന്നതും ഇപ്പം ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ പാകിസ്ഥാനിൽ ഉടലെടുത്തിരിക്കുന്നത്. അപ്പം ഈ പാകിസ്ഥാന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു പ്രോക്സി സ്റ്റേറ്റ് ആണ്. ഒന്നുകിൽ അമേരിക്കയ്ക്ക് വേണ്ടി വിടുപണി ചെയ്യുക, അല്ലെങ്കിൽ ചൈനയ്ക്ക് വേണ്ടി വിടുപണി ചെയ്യുക, സൗദി, ടർക്കി ഇതുപോലുള്ള രാജ്യങ്ങൾക്ക് വേണ്ടി വിടുപണി ചെയ്യുക എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ ഭരണകൂടത്തിൻ്റെ താല്പര്യവും ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ഈ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാൻ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ടി വരുന്നത് പാകിസ്ഥാൻ ആണ്, പാകിസ്ഥാൻ ആയിരിക്കും എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ എന്ന് പറയുന്നത്. 40 ലക്ഷത്തോളം അഫ്ഗാനിസ്ഥാനിലുള്ള അഭയാർത്ഥികൾ പാകിസ്ഥാനിലുണ്ട്. പക്ഷേ അവരെ തിരിച്ചു വിളിക്കണമെന്നോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ അവരെ തിരിച്ച് റീഅബ്സോർബ് ചെയ്യണമെന്നൊക്കെ പാകിസ്ഥാൻ കുറച്ച് കാലമായിട്ട് തയ്യാറാണ് പറയുന്നത്. പക്ഷേ അഫ്ഗാനിസ്ഥാൻ തയ്യാറാകുന്നില്ല. പാകിസ്ഥാൻ അവരെ തിരിച്ചയക്കുവാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ തന്നെയും അത് അഫ്ഗാനിസ്ഥാന് തയ്യാറല്ല. അതുപോലെ തന്നെ അത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല എന്നുമാണ് പൊതുവെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പാകിസ്ഥാൻ എല്ലാ രീതിയിലും എല്ലാ മേഖലകളിലും വളരെ അധികം രൂക്ഷമായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെയാണ് ഈ പറഞ്ഞ വൻകിട ബിസിനസ് യൂണിറ്റുകളെല്ലാം തന്നെ പാകിസ്ഥാൻ ഉള്ള അവരുടെ ഓപ്പറേഷൻസ്, പ്രവർത്തനങ്ങളൊക്കെ നിർത്തി അവരുടെ ഓഹരികൾ വിറ്റഴിച്ച് കിട്ടുന്ന വിലയ്ക്ക് ഓഹരികൾ വിറ്റഴിച്ച് പാകിസ്ഥാൻ ആം, സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് ഒരു പിന്മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇത് പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയൊരു പ്രഹരമാണ്, തിരിച്ചടിയാണ്. കാരണം നമുക്കറിയാം ഇന്നത്തെ ഈ ഗ്ലോബൽ ഇക്കണോമിക് സിസ്റ്റത്തിൽ ഈ പറഞ്ഞ കോർപ്പറേഷൻസ് ഒക്കെ തന്നെ ഒരു കൂട്ടപലായനം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു രാജ്യത്തെ സംബന്ധിച്ച് അവരുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം കമ്പനികൾ ബിസിനസ് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വളർച്ച ഉണ്ടാകത്തില്ല, മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല എന്നുള്ള കാര്യം വളരെ സ്പഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് പാകിസ്ഥാനിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഏതായാലും അവർ സ്വന്തം കയ്യിലിരിപ്പുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത അവസ്ഥകളോ അല്ലെങ്കിൽ സാഹചര്യങ്ങളാണ്. മറ്റൊരു രാജ്യം ഇതിന് കാരണക്കാരല്ല, പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള രാജ്യം കാരണക്കാരല്ല എന്നുള്ള കാര്യം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് വളരെ പാകിസ്ഥാനെ എവിടെ കൊണ്ട് എത്തിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു പാകിസ്ഥാൻ്റെ സ്റ്റേറ്റിനെ പിടിച്ചു നിർത്തുക അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത് നിർത്തുക എന്നുള്ളത് അമേരിക്ക, ചൈന, ടർക്കി, സൗദി, ഖത്തർ ഇതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ താല്പര്യവും അല്ലെങ്കിൽ ലക്ഷ്യങ്ങളുമായതുകൊണ്ട് അവർ ഈ പറഞ്ഞ പാകിസ്ഥാൻ്റെ മിലിറ്ററി സിവിൽ സ്റ്റേറ്റിനെ ഇക്കണോമിക് അസിസ്റ്റൻസ് കൊടുത്തിട്ട് അവർ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ നിലനിർത്തുന്നത് മാത്രമാണ് പാകിസ്ഥാൻ എന്ന പറഞ്ഞ രാജ്യം ഇപ്പോൾ ഇങ്ങനെ നിലനിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അപ്പോൾ അതാണ് അതിൻ്റെ വസ്തുതയും. അപ്പോൾ നമുക്ക് ഇനിയും പാകിസ്ഥാനെ സംബന്ധിച്ച് എന്തായാലും ഒരു റിക്കവറി ഒന്നും വളരെ പെട്ടെന്ന് തന്നെ സാധ്യമല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞാൽ നമുക്ക് ടോപ്പിക്കോട് അവസാനിപ്പിക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്ക് അടുത്ത വീഡിയോയിൽ, മറ്റു വീഡിയോയിൽ നമുക്ക് ഷെയർ ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.